ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 6 മാസം പ്രായമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ടാണ് ഒപ്പം വന്നിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്കേർട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു 1/4 മീറ്ററോളം മതിയാവും കേട്ടോ. ഇത് കുട്ടിയുടെ അമ്മക്ക് ബ്ലൗസും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ. നമുക്കിത് ഒരു 3/4 മീറ്റർ മതിയാവും. നമുക്ക് ജോയിൻ ചെയ്തിട്ടാണ് അടിക്കുന്നത്. 3/4 മീറ്ററിന് 2 പീസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം നമുക്ക് അത് കിട്ടും, മെറ്റീരിയൽ കിട്ടും. അപ്പോൾ 1.5 മീറ്ററോളം മെറ്റീരിയൽ കിട്ടും. 3/4 മീറ്റർ മതിയാവും കേട്ടോ. പിന്നെ ലൈനിങ് മുകളിലേക്ക് ഒരു 1/2 മീറ്റർ മതി കേട്ടോ, കോട്ടൻ്റെ ലൈനിങ്. പിന്നെ താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ നമുക്കൊരു 3/4 മീറ്റർ തന്നെ ലൈനിങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മെറ്റീരിയൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അത് സ്കേർട്ടാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ താഴ്വശത്ത് നമുക്ക് ഇതുപോലെ ആദ്യം കരവശമല്ല, നമുക്കത് ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്ത് കളയാട്ട് ഇതുപോലെ വെച്ചിട്ട്. പിന്നെ ഈ ഒരു പെന്നിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് മാഞ്ഞു പോകുന്ന പെന്നാണ്. നമുക്ക് വൈറ്റ് മെറ്റീരിയലൊക്കെ വരക്കാൻ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ലെങ്ത് വരുന്നത് 11.5 ഇഞ്ചാണ് അവർ തന്ന ലെങ്ത്തിന്റെ അളവ്. 11.5 ഇഞ്ചിന് 1 ഇഞ്ച് നമ്മൾ കുറക്കാം. അതായത് നമുക്ക് ഇവിടെ അലാസ്റ്റിക്കിന്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ച് വീതിക്കുള്ള അലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ 11.5ന്ന് 1 ഇഞ്ച് കുറക്കുന്ന സമയത്ത് 10.5 കിട്ടും. 10.5ന്ന് മുകളിൽ അലാസ്റ്റിക്കായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വേണം. അപ്പൊ എത്രയായി? 11. പിന്നെ താഴ്വശം മടക്കിയെടുക്കാൻ 1 ഇഞ്ച് വേണം. അപ്പൊ എത്ര? 12. അപ്പൊ 12 ഇഞ്ചിലാണ് നമ്മൾ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് 12 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 2 എണ്ണം വേണം കേട്ടോ. 12 ഇഞ്ചിൽ 2 പീസ് വേണം. 2 പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക 12 ഇഞ്ചിൻ്റെ. പിന്നെ അവിടുന്ന് തന്നെ മുകളിലോട്ടേക്ക് ആദ്യം നമുക്കൊരു 12 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇത് 2 ഇതും കട്ട് ചെയ്ത് എടുത്തു. നമ്മൾ തയ്യൽ തുമ്പ് അടക്കമല്ലേ നമ്മൾ 12 ഇഞ്ചിൽ കട്ട് ചെയ്ത്. അപ്പം നമ്മുടെ ലൈനിങ് എടുക്കേണ്ടത് 11 ഇഞ്ചിൽ എടുത്തത്. തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് 12 കിട്ടിയത്. അപ്പം ഇതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 11 ഇഞ്ചിലാണ് നമ്മൾ നമ്മുടെ ലൈനിങ് പീസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ അരവണ്ണം നോക്കാം. സ്കേർട്ടിൻ്റെ അരവണ്ണം അവർ തന്നിട്ടുള്ളത് 17 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 17 ഇഞ്ചാണ് തന്നത്. അപ്പോൾ അതിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ 17 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ എത്ര വെക്കും? 15 ഇഞ്ചിൽ വെക്കും. അപ്പോൾ 15 ഡബിൾ പറയുമ്പോൾ 30 വരുന്നത്. 30 ഇഞ്ച് നീളത്തിലാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ബാൻഡിന് ഡബിൾ ആയിട്ട് മെറ്റീരിയൽ വേണം. 30 നമുക്ക് ലെങ്ത്ത് വേണ്ട. അപ്പം അതിൻ്റെ പകുതി വരുമ്പോൾ 15. എനിക്കത് കറക്റ്റ് 15. 3/4 മീറ്റർ തുണിയെല്ലാം എടുത്ത് കറക്റ്റ് 15 തന്നെയാണ് കേട്ടോ ഇവിടത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വീതി നോക്കാം കേട്ടോ. വീതി എന്ന് വെച്ചാൽ 1 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 മെറ്റീരിയൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ 2 ഇങ്ങനെ മടക്കി കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് കിട്ടും. പിന്നെ ഒരു സൈഡിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഒരു സൈഡിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ അങ്ങനെ 3 ഇഞ്ച് ഞാൻ ഒരു 3.5 എടുക്കും. ചിലപ്പോൾ അലാസ്റ്റിക് ഇടുന്ന സമയം നമുക്ക് ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഞാനൊരു 3.5 കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് 3.5 ഇങ്ങനെ മാർക്ക് ചെയ്തും അങ്ങനെ ഫുള്ളായിട്ട് മുകളിലോളം മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടെ. ഈ ഒരു ബാൻഡിന്റെ ഉള്ളിൽ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നില്ല. വെച്ച് കൊടുക്കണമെന്നുള്ളവർക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വെക്കാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ. അല്ലേ നമ്മുടെ സ്കേർട്ടിന്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുത്തോട്ടെ. അപ്പം നമ്മുടെ സ്കേർട്ടിന്റെ സൈഡ് തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് അടിവശമൊക്കെ ഒന്ന് മടക്കി അടിച്ചും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് നല്ല തുണി 2 വശവും ഇതുപോലെ ജോയിന്റ് ആക്കിയിട്ട് അടിവശം മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാൻഡ് ഇതുപോലെ നമ്മൾ 2 ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിന് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ല, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നിക്കിൽ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ വീതി എത്ര ഫുള്ള് റൗണ്ടിൽ അളന്ന് നോക്കാം, എത്ര വരുന്നത് നോക്കാം. ആ ഒരളവിൽ നമുക്ക് ഇത് ഫ്രില്ല് സെപ്പറേറ്റ് ആദ്യം നമുക്ക് നമ്മുടെ ഇത് ഫ്രില്ലിട്ട് എടുക്കാം, ലൈനിങ് പീസ്. പിന്നീട് നമ്മുടെ മെയിൻ ഫാബ്രിക് ഫ്രില്ലിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ബാൻഡിന്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ട് അടിക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാൻഡ് ഇതിപ്പോൾ ഞാൻ നമ്മുടെ നമ്മൾ അടിച്ച വശം 2 മെറ്റീരിയൽ കൂടി വെച്ച് അടിച്ച വശം ഈ ഒരു ജോയിന്റ് ഒരുമിച്ച് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. കുറച്ച് കട്ടായിട്ടുണ്ട് കേട്ടോ, പ്രശ്നമില്ല.
ഒരുമിച്ച് വെച്ച് അടിക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ ഇത് കരവശം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് തടുപ്പ് തോന്നുന്ന സമയത്ത് സൂചി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് സാധനം കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ സൈഡ് അടിച്ച വശം ഉള്ളത്. ഇപ്പം ഇത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ വെക്കുമ്പോൾ അത്ര പ്രശ്നം, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം ഇതും കൂടി വരുന്ന സമയത്ത് രണ്ടെണ്ണം ആകുമ്പോൾ നല്ല കട്ടി വരും. അപ്പം നമുക്ക് സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിവിടെ കുറച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. ലൈനിങ് പീസ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഉൾവശമല്ല, അത്ര പ്രശ്നമില്ല. ഇത് മെയിൻ ഫാബ്രിക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ജോയിന്റ് വരുന്ന വശം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ജോയിന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജോയിന്റ് വരുന്ന വശം ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മളൊന്ന് രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക. ഈ ജോയിന്റിൻ്റെ അടുത്ത് വേണ്ട, നമ്മൾ നോക്കിയിട്ട് ഇവിടെ ചെയ്യുമല്ലോ. ഇവിടെ ചെറിയ ചെറിയ നോച്ച് ഇത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട്, നോച്ച് ഇടുന്നില്ലെങ്കിൽ നമുക്ക് ചോക്കുകൊണ്ട് വരച്ചാലും മതി കേട്ടോ. ഇത് ചോക്കുകൊണ്ട് വരക്കാന്ന് ചോദിച്ചത് ഇവിടെ ഒരു വര അതുപോലെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിങ്ങനെ പിടിക്കുന്ന ടൈമിൽ ഇവിടെയും അതുപോലെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതുപോലെ ഇതാ ഇങ്ങനെ കുറച്ച് മാർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്ത് എന്താ വെച്ചാൽ ഈ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്, അതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടിച്ചത് നമ്മൾ ഇങ്ങനെ പിടിക്കാം. അപ്പം ഇതിൻ്റെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ 4 ആയിട്ട് കിട്ടി. അപ്പോൾ ഈ 2 സൈഡ് നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു കര കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സൈഡ് നമുക്ക് ചെറിയ രീതിക്ക് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു നോച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും വന്നില്ലേ നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 നോച്ച്, 2 സൈഡിലും നോച്ച്. ഈ ഒരു സൈഡിൽ കുറച്ച് കുറവുണ്ട്, നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് കുറച്ച് വലിയത് കട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ കട്ടിട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കരവശം നോക്കാം. നമ്മൾ അടിച്ച ഈ ഒരു ഇത് വരുന്നില്ല, 2 എണ്ണം ഒന്നിച്ച് വെച്ച് അടിച്ച കരയില്ലേ, ആ കരവശത്തോട് നമ്മുടെ ഇതിൻ്റെ കരവശം, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ കരവശം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിടാം. ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നോച്ച് വരുന്നത്. ഏതിൻ്റെ ഈ ബാൻഡ് വന്നതിൻ്റെ ഫസ്റ്റത്തെ നോച്ച്. അതുപോലെ നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഫസ്റ്റ് നോച്ച് വരുന്നത് ഇതാണ്. ഇത് ഇത്ര വരെ ഫ്രില്ലിട്ടെടുക്കാം. നമുക്ക് ഇങ്ങനെ ഫ്രില്ലിട്ട് ചെറുതായി ഈ ഒരു നോച്ച് വരെ നമുക്കിത് ഫ്രില്ലിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് നോച്ച് ഇതാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് നോച്ച് നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് നോച്ച്. ഈ ഒരു കര അടിച്ച വശം ഇതാണ് സെക്കൻഡ് നോച്ച് വരുന്നത്. പിന്നെ നമ്മുടെ തേർഡ് നോച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ തേർഡ് നോച്ച് ഇങ്ങനെ ഇടാം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിടത്തേക്ക് തന്നെ ഇതല്ല കരവശം വരുന്നത്. തുടങ്ങിയിടത്തേക്ക് തന്നെ അടുത്ത നോച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്കേർട്ടിൻ്റെ ഫ്രില്ലിട്ട് എടുക്കുന്നത്. ഞാൻ ഫ്രില്ലിട്ടിട്ട് കാണിച്ചു തരാം. ഞാനിതാ ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് റൗണ്ടിൽ ഫ്രില്ലിട്ട് എടുത്തും. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാൻഡ് ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കരവശം വരുന്നില്ലേ, ഈ ഒരു ജോയിന്റ് വരും. ആ ഒരു ജോയിന്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു ജോയിൻറ്റിൻ്റെ എടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് ഈ ഒരു ജോയിൻറ്റിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഇതുപോലെ നിർത്തി കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് വെക്കണം, നമുക്ക് അലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് മലാസ്റ്റിക് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നിട്ട് ഇങ്ങനെ റോളായിട്ട് വാങ്ങിക്കുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മീറ്ററൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേ വേണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര പോലെയൊക്കെ ബാലൻസ് വരും. അപ്പോൾ കുറേ ബാലൻസ് ആകുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരെണ്ണത്തിനൊക്കെ യൂസ് ചെയ്യേണ്ട എത്ര പോലെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റോള് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് അളവ് 17 ഇഞ്ചാണ് പറഞ്ഞത്. 2 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പിടിക്കാം, കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മുടെ 15 ഇഞ്ച് ഇത് ഇവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പിന്നോട്ട് സേഫ്റ്റി പിന്നെ ഇതിൻ്റെ സൈഡിൽ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം ഇതാ എലാസ്റ്റിക് തമ്മിൽ വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്കത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ
വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിനി എന്താ ഈ ഒരു ഗ്യാപ്പിൽ അത് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പാവാട ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്കേർട്ടിന് ഞാൻ ഇതുപോലെ ചെറിയൊരു വള്ളിയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ട്. നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിവിടെ ബ്ലൗസിന്റെ ലൈനിങ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലെങ്ത് വരുന്നത് ബ്ലൗസിന്റെ ലെങ്ത് വരുന്നത് 5.5 ആണ്. അപ്പൊ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ചിനാണ് ഞാൻ ബ്ലൗസിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 6 മാസം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഷോൾഡർ നമുക്കൊരു 4 ഇഞ്ച് എടുത്താൽ മതി. സാധാരണ സ്ലീവ് വെച്ചിട്ടുള്ളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 മതിയാവും. ഞാൻ പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഓൾട്ടർനെക്ക് കണക്കത്തെ മോഡൽ ആയതുകൊണ്ട് ഇതിന് ടൈറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 4 എടുക്കുന്നത് കേട്ടോ. അതേ 4 ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് 4 നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്തും എടുക്കുന്നത്. 4 ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് വരുന്നത് 18 ആണ്. 18ൻ്റെ പകുതി വരുമ്പോൾ 9. 9ൻ്റെ പകുതി പറയുമ്പോൾ 4.5 കിട്ടുന്നത്. 4.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വേസ്റ്റ് നോക്കാം. വേസ്റ്റ് വരുന്നത് 16 ആണ്. 16ൻ്റെ പകുതി പറയുമ്പോൾ 8. 8 അല്ലേ 16. 16ൻ്റെ പകുതി 8. 8ൻ്റെ പകുതി 4. 4 പ്ലസ് 1.5 ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. കഴുത്തിൻ്റെ അകലം എടുക്കുക. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചിനാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ കുടുങ്ങി പോകണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിന് എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ ഒരു 1.25 ഇഞ്ചൊക്കെ മതി കേട്ടോ. സാധാരണ നമ്മൾ റൗണ്ടിനൊക്കെ വെച്ചിട്ട് സ്ലീവ്ലെസ് ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ ഒരു 1.25 മതിയാവും. ഞാൻ ഇടുന്നൊരു 1/4 ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1/4 ഇഞ്ചൊന്നും ഇതുപോലെ നെക്ക് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ആം ഹോൾ വിരൽ ഇങ്ങനെയല്ല വിരൽ. അപ്പം ഇത് വെച്ചാൽ ഇവിടുന്ന് കൊടുക്കണം. ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബാക്ക് വശം നോക്കാം. ബാക്ക് വശം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെക്കാം കേട്ടോ. മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്കാണെങ്കിൽ താഴത്തേക്കുള്ള പീസിനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മെറ്റീരിയൽ. ശേഷം നമുക്ക് ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനില്ല, അത്ര പോലെ ചെറിയൊരു ബ്ലൗസ് അല്ലേ. അപ്പം ഇതുപോലെ ചെറിയൊരു ഷേപ്പ്, ഒരുപാട് കൊടുക്കുന്നില്ല, ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് നമുക്കൊന്ന് ഓപ്പണും കൂടി ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് നമുക്കിതാ ഇത് രണ്ടും കൂടി ഓപ്പൺ ചെയ്തെടുക്കാം. നമുക്ക് ഇതേ അളവ് നമ്മുടെ മെയിൻ ഫാബ്രിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലത്തെ പീസാണ് ഇതുപോലെ എടുക്കുന്നത്. ഫ്രണ്ടിലത്തെ പീസിൻ്റെ നല്ല മെറ്റീരിയൽ ഇല്ലേ, നല്ല പ്രിന്റ്. ഇത് നോക്കണം, പ്രിന്റ് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവാത്തൊരു ടൈപ്പാണ് കേട്ടോ. പ്രിന്റ് നോക്കുക, നേരെ നോക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ ആം ഹോൾ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് വശത്തെ ആം ഹോളും കൂടി സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഞാൻ ഈ ഒരു മോഡൽ തന്നെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. പക്ഷെ എല്ലാവരും ഓരോരോ ഏജിൻ്റെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ അതും കൂടി ചെയ്യാം. ഓരോ ഏജുകാർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ടാണ് ഇതന്നെ ഇട്ട് തന്നെ വീണ്ടും ഇട്ടുകൊണ്ട് എടുക്കുന്ന എല്ലാ കമൻറ്റും അങ്ങനെയാണ്. ഇത്ര വയസ്സുള്ളവർക്ക് ചെയ്യുമോ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓർഡർ കിട്ടുന്നതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് കൂടി നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഫുൾ ഇവിടം വരെ ഇട്ടെടുക്കുക. അതിന് ശേഷം ഈ ഒരു സൈഡും കൂടി ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും ചെയ്യാട്ടെ. ബാക്ക് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ആം ഹോൾ 2ൻ്റെ ഇതുപോലെ അടിക്കണം. പിന്നെ നെക്കിൻ്റെ അത് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തെ നെക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ആം ഹോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും നല്ലതുകൊണ്ട് ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡും താഴ്വശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തും അതുപോലെ തന്നെ നമ്മൾ
ഈ 2 ചെറിയ പീസും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ സൈഡിൽ നമുക്ക് കുടുക്കും കണ്ണിയും വെക്കേണ്ട 2 പീസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം 3 ഇഞ്ച് വീതിക്കും ഒരെണ്ണം 2 ഇഞ്ച് വീതിക്ക് ഇതുവരെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 ഇഞ്ച് വീതിക്ക് നമ്മുടെ കുടുക്കിൻ്റെതാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇത്രയും ആവശ്യമില്ല, കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കത് കുറച്ച് കട്ട് ചെയ്ത് കളയാട്ടോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ വെക്കാം, എന്നിട്ട് കുറച്ചൊന്നിങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. പ്രസ് സ്റ്റിച്ചും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് പീസിലേക്ക് ഇങ്ങനെ എടുക്കുക. നമുക്ക് ആദ്യം ഒരു മടക്ക് ഇതുപോലെ മടക്കാം, രണ്ടാമത്തെ മടക്കുക ഫുള്ളായിട്ട് ഇതുപോലെ പ്രസ് സ്റ്റിച്ച് കൊടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത് പോലെയാണ് കുടുക്ക് വെക്കുന്ന ഭാഗം ചെയ്തെടുക്കുന്നത്. നമുക്ക് കണ്ണി വെക്കുന്ന ഭാഗം അത് നമ്മൾ ലൈനിങ് പീസിന്റെ ഭാഗത്താണ് കേട്ടോ വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് അടിക്കുക. നേരത്തെ ചെയ്തെടുക്കാൻ പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് എടുക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ആ മടക്കിയത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കാണുന്നില്ലേ, ആ സ്റ്റിച്ച് കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ഈ ഒരു സൈഡ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ശേഷം ഞാൻ താഴ്വശത്ത് ഒരു 1.25 ഇഞ്ച് വീതിക്കുള്ള പീസ് എടുത്തു. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ച് അടിച്ചു, പ്രസ് സ്റ്റിച്ച് കൊടുത്തു. ഓപ്പോസിറ്റ് വശത്തേക്ക് വെച്ചിട്ട് തിരിച്ചടിച്ചു കൊടുത്തു. അതുപോലെ ഈ 2 പീസ് നമ്മൾ ഇവിടെ അടിക്കുന്ന സമയത്ത് കവർ ചെയ്യണം. നമ്മൾ നേരത്തെ ഇവിടെ കവർ ചെയ്തില്ല. അതുപോലെ കുറച്ച് മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക, പ്രസ് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് വശത്തേക്ക് 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇതുപോലെ ചെറിയൊരു റൗണ്ട് മാത്രമേ നമുക്ക് ഷേപ്പ് കിട്ടുന്നുള്ളൂ, കാരണം ബ്ലൗസിന്റെ ലെങ്ത് അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മെഷർമെന്റും കാര്യങ്ങളും മാർക്ക് ചെയ്ത് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തു. നമുക്ക് കഴുത്തിന്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ കഴുത്തിന്റെ എന്ന് വെച്ചാൽ നമുക്ക് ഈ കഴുത്തിന്റെ ഇത് എത്ര പോലെ ഉണ്ടെന്ന് അളന്ന് നോക്കാം. നമ്മൾ 2 ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുത്തോണ്ട് 4 ഇഞ്ച് കിട്ടാനാണ് എനിക്ക് ചാൻസ്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം 4 ഇഞ്ചിന്റെ അടുത്തുണ്ട്. 4 ഇഞ്ച് ഇത് ഫ്രണ്ടിലേക്ക് 4 ഇഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലേക്കും ഈ സെയിം 4 ഇഞ്ച് തന്നെ നമുക്ക് ബാക്കിലേക്കും കിട്ടും. ഫ്രണ്ടിലേക്ക് 4, ബാക്കിലേക്ക് 4, 4 4 എത്ര 8 വരും. 8ഉം ഈ സൈഡിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ വെക്കുന്നത് 9, ഈ സൈഡിൽ 10, 1 ഇഞ്ച് കൂടി 10 വരും. പിന്നെ ബാക്കിലേക്ക് ഈ സൈഡിൽ നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെറ്റീരിയൽ ജോയിൻ ചെയ്യാൻ ഒരു അരയിഞ്ച് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ 11 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 11 ഇഞ്ച് നീളത്തില് 11 ഇഞ്ച് മതി. 11 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യാം. പിന്നെ അതിന്റെ വീതി വരുന്നത് ഞാൻ 3/4 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 3/4 വെച്ച് നമ്മൾ 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ എത്ര വരും? 1.5 വരും. 1.5 ഇഞ്ച്, 1/2 ഇഞ്ച് ഒരു സൈഡിലും 1/2 ഇഞ്ച് ഒരു സൈഡിലും തയ്യൽ തുമ്പ് വേണം. അപ്പൊ 2.5 ഇഞ്ച് വീതിക്കും 11 ഇഞ്ച് നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പീസിന്റെ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ പിന്നീട് പൊട്ടിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഇപ്പൊ ഇട്ടിട്ടുള്ളതും. ആ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 1/2 ഇഞ്ച് നമ്മുടെ ബ്ലൗസായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്രോസിലൊരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ ഒരു ചെറിയൊരു കോളറിന്റെ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ തന്നെ തുണി അതുകൊണ്ട് വരക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് കുറച്ചൊരു ക്രോസിൽ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ വശവും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു ഇത്ര പോലെ വിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അങ്ങനത്തെ തന്നെ ഒരു തുണിയാണ് കേട്ടോ. ഒരു പൊങ്ങിക്കിടക്കുന്ന സൈസ് ഒരു തുണിയാണ്. അങ്ങനെ വിരൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ തിരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഇപ്പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ 2ആയിട്ട് പിടിക്കാം കേട്ടോ. നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് കിടന്നോളും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പം ഇങ്ങനെ വെക്കുന്നുണ്ട്. നമുക്കിത് നേരെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലും ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് വശത്ത്
ലൈനിങ് വശം എടുക്കുക. ലൈനിങ് വശത്ത് എടുത്തിട്ട് ആ സെൻറ്ററും ഇതിൻ്റെ ഈ ഒരു സെൻറ്ററും വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ നമ്മുടെ നല്ല വശത്തേക്ക് എടുക്കാം. നല്ല വശത്തേക്ക് ഇത് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ നമ്മുടെ ഈ ഒരു പീസ് ഇത് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു അടിച്ച വശം ഈത്ത വരണം. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവേണ്ടതല്ലേ. അപ്പൊ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കിത് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിച്ചെടുത്തു. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ അടിച്ചെടുത്തു. നമുക്ക് നേരെ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു പീസൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് കൂടി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ. തുണി കുറച്ചൊരു കയ്യിൽ ഒതുങ്ങാത്തൊരു സൈസ് തുണിയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നല്ല ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതുപോലെ ഇതിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ലോക്ക് ഇട്ടിട്ട് തുടങ്ങാം. അതുപോലെ നമ്മളിത് അടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് നമുക്ക് പൊട്ടിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ചെറിയ കുഞ്ഞു ബ്ലൗസ് ആണെട്ടോ, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇത് കിട്ടിയിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ബട്ടൺസ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ബാക്കിൽ പിന്നെ കുത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. സ്കേർട്ടിന് ഇതുപോലെ ചെറിയൊരു നാട കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.